കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറച്ചതിന് പിന്നാലെ രാജ്യത്തിലെ 22 സംസ്ഥാനങ്ങളിൽ പെട്രോൾ ഡീസൽ വില വീണ്ടും കുറയാൻ പോകുന്നു. കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ആദ്യം തന്നെ പറയട്ടെ, ദൗർഭാഗ്യവശാൽ നമ്മൾ മലയാളികൾക്ക് ഈ വകയിൽ വലിയ യോഗമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ വിലക്കുറവിന്റെ ആനുകൂല്യം വരാൻ പോകുന്ന 22 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന നികുതിയായിട്ടുള്ള വാറ്റ് കുറയ്ക്കാൻ തയ്യാറെടുക്കുന്ന BJP NDA സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ വലിയ ആശ്വാസം ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണത്തെയും വിലയും എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്താൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതാധികാര സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഈ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില വീണ്ടും ഉയർന്ന് ബാരലിന് $104.52 എത്തിയിരിക്കുകയാണ്. ഇതോടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾ തങ്ങളുടെ വാറ്റ് നികുതി കുറയ്ക്കണമെന്ന് കേന്ദ്രം ശക്തമായി ആവശ്യപ്പെടുന്നു. ട്രാൻസ്പോർട്ട്, കൃഷി, വ്യവസായ മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന ഡീസൽ വില നിയന്ത്രിക്കാനാണ് ഇപ്പോൾ മുൻഗണന. ഇന്ത്യയിൽ പ്രതിവർഷം 94.7 ദശലക്ഷം ടൺ ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഡീസൽ വില കുറഞ്ഞാൽ ചരക്ക് കൂലി കുറയും. അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില താഴേക്ക് എത്തിക്കാൻ സഹായിക്കും. കാരണം കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യത്തെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 8.3% എത്തിയിരുന്നു. കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ ഡീസലിന് 10 രൂപയും പെട്രോളിന് 3 രൂപയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ റീറ്റെയിൽ വിലയിൽ 3.9 രൂപയുടെ വർധനവുണ്ടായി. ഇതിൽ നിന്നും ജനങ്ങൾക്ക് യഥാർത്ഥ ആശ്വാസം നൽകണമെങ്കിൽ സംസ്ഥാനങ്ങൾ കൂടി നികുതി കുറയ്ക്കണം. 2022 റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് ഉയരത്തിൽ എത്തിയപ്പോഴും സമാനമായ രീതിയിൽ കേന്ദ്രം നികുതി കുറയ്ക്കുകയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വാറ്റ് നികുതി പെട്ടെന്ന് തന്നെ വെട്ടിക്കുറച്ച് മാതൃക കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്നും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സംസ്ഥാന നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. അതിന്റെ ഫലമായി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ അധിക വില നൽകിയാണ് നമ്മൾ ഇന്ധനം നിറച്ചുകൊണ്ടിരുന്നത്. നിലവിൽ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും BJP NDA സഖ്യമാണ് ഭരണത്തിൽ. ഇവിടങ്ങളിലെല്ലാം 1% മുതൽ 27% വരെ വ്യത്യാസമുള്ള വാറ്റ് നിരക്കുകൾ കുറയുന്നതോടെ ഇന്ധന വിലയിൽ വലിയ കുറവുണ്ടാകും. ഇനി നമ്മുടെ കേരളത്തിലേക്ക് നോക്കിയാൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വമ്പൻ ഫ്രീബീസും ജനപ്രിയ വാഗ്ദാനങ്ങളും ഒക്കെ നൽകി അധികാരത്തിൽ വന്ന UDF സർക്കാരിന് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇപ്പോൾ തന്നെ ഫണ്ടിനായി നെട്ടോട്ടമോടുകയാണ് സർക്കാർ. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ധന നികുതി കൂടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഖജനാവ് പൂർണ്ണമായും കൂട്ടേണ്ടി വരും. വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ പൊതുജനം തങ്ങളെ ഏറിൽ കയറ്റുമെന്ന് VD സതീശനും കൂട്ടർക്കും നന്നായി അറിയാം. ഇതിനകം തന്നെ KSRTC വൻ നഷ്ടത്തിലാണ് ഓടുന്നത്. ഇനി അതിന്റെ കൂടെ ഡീസലിൽ നിന്നുള്ള വരുമാനം, ഡീസലിനും പെട്രോളിൽ നിന്നുള്ള വരുമാനം കൂടി കുറച്ചാൽ KSRTC പൂർണ്ണമായും കട്ടപ്പുറത്താകുമെന്ന കാര്യത്തിൽ UDF സർക്കാരിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന 22 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ധനവില കുറയുമ്പോൾ അതിന്റെ ഗുണം കിട്ടും. ചരക്ക് കൂലി കുറയുന്നതോടെ അവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും നിയന്ത്രണത്തിലാകും. എന്നാൽ കേരളത്തിൽ ഫ്രീബീസ് രാഷ്ട്രീയത്തിന്റെ ഭാരവും KSRTCയുടെ നഷ്ടവും ചുമലിലേറ്റുന്ന UDF സർക്കാർ നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഉയർന്ന ഇന്ധനവിലയും പാലിന്റെ വിലക്കയറ്റവും ഒക്കെ സഹിച്ച് ജീവിക്കാൻ നമ്മൾ മലയാളികൾ ഇനിയും ബാധ്യസ്ഥരാണ്.